എംഎൽഎമാരുടെ മുഴുവൻ കൂട്ടുപിടിക്കുന്ന കെ.സി. വേണുഗോപാൽ, ജനങ്ങളുടെ കൂട്ടുപിടിക്കുന്ന വി.ഡി. സതീശൻ, സീനിയോറിറ്റിയുടെ പിൻബലത്തിൽ നിൽക്കുന്ന രമേശ് ചെന്നിത്തല, ഈ മൂന്ന് പേരും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി ചർച്ച നടത്താൻ പോവുകയാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടും കൂട്ടായിട്ടും ചർച്ചകൾ നടക്കും. ആ ചർച്ചയുടെ വിധിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ജനത. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളേക്കുള്ളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്നത് തീരുമാനിക്കാം. പക്ഷേ ഇവിടെ മൂന്ന് പെർസ്പെക്റ്റീവ്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന് കെ.സിയുടെ പെർസ്പെക്റ്റീവ്, ഒന്ന് വി.ഡിയുടെ പെർസ്പെക്റ്റീവ്, ഒന്ന് ആർ.സിയുടെ പെർസ്പെക്റ്റീവ്. ആദ്യം കെ.സി. വേണുഗോപാലിലേക്ക് നീങ്ങാം. കെ.സി. വേണുഗോപാൽ ആരാണ്? AICC ജനറൽ സെക്രട്ടറിയാണ്. അവിടെ നിൽക്കുന്ന കെ.സി. ഡൽഹിയിൽ നിന്നുകൊണ്ട് ഭരിക്കുന്ന കെ.സി. പക്ഷേ ജനങ്ങളുടെ ഉള്ളിൽ ഹെലികോപ്റ്ററിൽ നിന്ന് കെട്ടിയിറക്കിയ നേതാവായിട്ട് കെ.സി. വരണ്ട എന്നുള്ളതാണ് പറയുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം കേരളം ഒട്ടാകെ നടന്ന ജാഥയെക്കുറിച്ചും പ്രതിഷേധത്തെക്കുറിച്ചും ഒക്കെയാണ്. വി.ഡി. സതീശൻ പക്ഷമാണ് തെരുവിലേക്ക് ഇറങ്ങിയത്. കെ.സി. വേണുഗോപാലിന്റെ ഫ്ലെക്സ് കീറി മുറിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. തിരുവനന്തപുരത്ത്, തൃശ്ശൂര്, കാസർഗോഡ്, മലപ്പുറത്ത്, കൊച്ചിയിൽ എല്ലായിടത്തും കെ.സിക്കെതിരെ ശക്തമായ പ്രക്ഷോഭമാണ് വി.ഡി. പക്ഷം തെരുവിലേക്ക് ഇറങ്ങി നീങ്ങിയത്. അങ്ങനെ തെരുവ് യുദ്ധത്തിലേക്ക് കഴിഞ്ഞ ദിവസം നീളുന്ന കാഴ്ച. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് കെ.സി. വരികയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ കെ.സി. വേണുഗോപാൽ ഒരു ബൈ ഇലക്ഷൻ നേരിടേണ്ടി വരും. അത് കെ.സിക്ക് അനുകൂലമായ ഇരിക്കൂർ മണ്ഡലത്തിലാണെങ്കിൽ അവിടെയുമുണ്ട് പ്രശ്നം. ഇരിക്കൂറുകാരായ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നത് കെ.സി. വേണുഗോപാലിനെ പരാജയപ്പെടുത്തുമെന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ നടത്തിയ ബൈറ്റിലൊക്കെ തന്നെ വളരെയധികം ജനവികാരത്തോടുകൂടി ജനങ്ങൾ സംസാരിക്കുന്നതും, അങ്ങനെ കെട്ടിയിറക്കി ഒരാളും ഇവിടെ വേണ്ട, ഇവിടെ നേതൃത്വത്തിന് ഒരു കുഴപ്പവുമില്ല, ഇവിടെ നയിക്കാൻ വി.ഡി. ഉണ്ട് എന്നതാണ് അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതുപോലെ തന്നെ കെ.സി. വേണുഗോപാൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ അവിടെ വേറൊരു പ്രശ്നമുണ്ട്, കോൺഗ്രസ്സുകാർ തന്നെ തോൽപ്പിക്കും എന്നതാണ് അവർ പറയുന്നത്. കെ.സി. വേണുഗോപാൽ എന്താണ് ചെയ്യേണ്ടത്? കുറച്ച് മാധ്യമ നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്നത് കെ.സി. വേണുഗോപാൽ നിലവിലത്തെ സാഹചര്യത്തിൽ പിന്നോട്ട് നിൽക്കുക എന്നത് തന്നെയാണ്. പക്ഷേ ഇന്ന് രാവിലെ മുതലുള്ള വാർത്തകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, കെ.സി. ഇതിൽ നിന്നും പിന്നോട്ടില്ല. കെ.സി. ഉദ്ദേശിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രി സ്ഥാനം മാത്രമാണോ, അതോ കേരളത്തിൽ തനിക്ക് നല്ല ഹോൾഡ് ഉണ്ട് എന്ന് ഹൈക്കമാൻഡിനെ തെളിയിക്കാനാണോ? ഇതേ കെ.സി. വേണുഗോപാലിന്റെ ഹൈക്കമാൻഡ് തന്നെയല്ലേ പറഞ്ഞത് MP-മാർ മത്സരിക്കേണ്ട എന്നത്? ആ തീരുമാനം ഹൈക്കമാൻഡിൻ്റെതാണ്. ആ ഹൈക്കമാൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയും കൂടിയാണ് കെ.സി. വേണുഗോപാൽ. അതേ കെ.സി. വേണുഗോപാൽ MP-മാർ മത്സരിക്കേണ്ട എന്നുള്ള പേരിൽ കെ. സുധാകരൻ ഉൾപ്പെടെ സീറ്റ് കൊടുക്കാതിരുന്ന സാഹചര്യവും കേരളം കണ്ടതാണ്. അവിടെ നിന്നുകൊണ്ട് തനിക്ക് വേണ്ടി മാത്രമായിട്ട് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ മാറ്റാൻ ഹൈക്കമാൻഡ് തയ്യാറാകുമോ എന്നുള്ള നിർണായകമായ ഒരു ചോദ്യം കൂടി ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. കെ.സി. വേണുഗോപാൽ അത്രയും നാൾ ഡൽഹിയിൽ നിന്നിട്ട് കേരളത്തിൽ UDF 102 സീറ്റ് ജയിച്ചതിന് ശേഷം വന്ന് മത്സരിക്കുന്നതിൻ്റെ യുക്തിയെയും ചോദ്യം ചെയ്യുന്നുണ്ട് ഇതേ കോൺഗ്രസ് പ്രവർത്തകർ. അതുകൊണ്ട് കെ.സി. വരണ്ട, കെ.സി. അവിടെ തന്നെ നിന്നാൽ മതി, അവിടെ തുടർന്നോളൂ എന്നതാണ് ഇവിടെ ഒരു വിഭാഗം ആളുകളുടെ പറച്ചിലുകൾ. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്, MLA-മാരുടെ കൂട്ടായ പിന്തുണ കെ.സിക്കുണ്ട്. ഇപ്പോൾ MP രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞാൻ കെ.സിയുടെ ഒരു അച്ചാരവും പറ്റിയിട്ടില്ല, പക്ഷെ അത് പറ്റിയവരുണ്ട്, ആ പറ്റിയവരൊക്കെ തന്നെ കെ.സിക്ക് പിന്തുണയായി നിൽക്കുന്നതുമുണ്ട് എന്നതും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, തെരുവിലിറങ്ങിക്കൊണ്ട് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് നാണക്കേടാണെന്നതും കൂടി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കെ.സി. വേണുഗോപാലിന്റെ ആംഗിളും POVയും അതാണ്. നമുക്ക് വി.ഡി. സതീശനെ കുറിച്ച് സംസാരിക്കാം. 100+ സീറ്റുകൾ നേടും, 12 മന്ത്രിമാർ താഴെ വീഴും എന്ന് വരെ പ്രവചിച്ച് അതനുസരിച്ച് നിയമസഭയിൽ ഇറങ്ങിയ വി.ഡി. സതീശൻ 102 സീറ്റിന്റെ ഐതിഹാസിക വിജയവുമായി 2026 കേരള ഇലക്ഷൻ UDF ജയിച്ച് മുന്നേറുമ്പോൾ 35 സീറ്റിൽ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിൽ നിന്ന് LDF പിന്മാറിയത് വി.ഡി. സതീശൻ എന്ന വ്യക്തി ഭരിച്ചതുകൊണ്ടാണ്, നേതൃനിരയിൽ കൊണ്ടുവന്നതുകൊണ്ടാണ് എന്നതാണ് പറയുന്നത്. ഓർക്കുക, ഇതേ രമേശ് ചെന്നിത്തലയെ വെട്ടാൻ വേണ്ടിയിട്ട് കെ.സി. വേണുഗോപാൽ കൊണ്ടുവന്ന വജ്രായുധമാണ് വി.ഡി. സതീശൻ 2021. അതേ വി.ഡി. സതീശൻ ഇത്തവണ കെ.സി. വേണുഗോപാലിനെതിരായിട്ട് മാറുന്ന സാഹചര്യവും രാഷ്ട്രീയ കേരളം കാണുന്ന സാഹചര്യം കൂടിയാണ്. വി.ഡി. സതീശനിലേക്ക് വരുമ്പോഴേക്കും വി.ഡി. സതീശൻ ഓരോ തെരഞ്ഞെടുപ്പുകളും കൃത്യമായ രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കാറുണ്ട്. കേരളത്തിൽ വേറെ ഏത് നേതാവ് പറയും, ഉജ്ജ്വലമാർന്ന വിജയം UDF സമ്മാനിച്ചിട്ടേ ഞാൻ പോവുകയുള്ളൂ, അതല്ല എങ്കിൽ വനവാസത്തിലേക്ക് നീങ്ങുമെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അതുൾപ്പെടെ ചർച്ച ചെയ്തു മാധ്യമങ്ങൾ. വി.ഡി. സതീശനോട് ആ ചോദ്യം ചോദിക്കുകയും ചെയ്തു. 100+ എന്ന് പറഞ്ഞ് വി.ഡി. സതീശൻ 102 എത്തിച്ചപ്പോൾ പോലും വി.ഡിയുടെ കണക്കുകൂട്ടൽ ശരിയായിരുന്നു. 1 ഡസൻ മന്ത്രിമാർ വീഴുമെന്ന് പറയുമ്പോൾ അത് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പറയുമ്പോൾ കൃത്യം 13 മന്ത്രിമാർ വീഴുകയും ചെയ്തു. അങ്ങനെ വി.ഡി. നടത്തിയ ഓരോ പ്രഡിക്ഷൻസും ശരിയാകുന്ന കാഴ്ച. അപ്പോൾ ഒരു നേതൃനിരയിൽ ഒരു ട്രൂ ലീഡറായിട്ട് വി.ഡി. സതീശൻ അവിടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയും കൂടി അവിടെ ജനങ്ങൾ വെക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ, രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിൽ, വോക്സ് പോപ്പിൽ, സോഷ്യൽ മീഡിയ ട്രെൻഡിൽ എല്ലാം മുന്നിട്ട് നിൽക്കുന്നത് വി.ഡി. സതീശനാണ്. പക്ഷേ ഹൈക്കമാൻഡ് ആ ട്രെൻഡുകൾക്ക് കൂടെ നിൽക്കുന്നവരല്ല.
ഹൈക്കമാൻഡ് MLA-മാരുടെ കൂടെ നിൽക്കുന്നതാണെങ്കിൽ യു അക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട്, KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും. എന്നാൽ അത് ജനങ്ങൾ പൂർണ്ണമായും സ്വീകരിക്കില്ല എന്നുള്ള നിലപാടിലേക്കും കാര്യങ്ങൾ മാറുകയാണ്. ഇതൊരു PR വർക്കിന്റെ മാത്രം ഭാഗമല്ല കേട്ടോ. സാധാരണപ്പെട്ട ജനങ്ങളുടെ അഭിപ്രായത്തെ വെച്ചാണ് സംസാരിക്കുന്നത്. സാധാരണപ്പെട്ട ഓരോ ജനതയും ആവശ്യപ്പെടുന്നതും VD സതീശൻ മുഖ്യമന്ത്രിയാവണമെന്നാണ്. കാരണം മുന്നിൽ നിന്ന് നയിച്ചവർ നയിക്കട്ടെ, നയിച്ചവർ തന്നെ നയിക്കട്ടെ എന്ന് തന്നെയാണ് ഇന്നലത്തെ ഫ്ലെക്സ് ബോർഡിൽ ഉൾപ്പെടെ നമ്മൾ കാണുന്നതും VD സതീശൻ പക്ഷത്തിൽ. ഇനി RC രമേശ് ചെന്നിത്തലയെ പറ്റി സംസാരിക്കാം. രമേശ് ചെന്നിത്തല 2021 കേരളം ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു തുടർ ഭരണമല്ല സംഭവിച്ചത്. അവിടെ രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട്, ഇത്രയും സീനിയോറിറ്റി ആയിട്ടുള്ള നേതാവിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് 2021 മുഖ്യമന്ത്രി സ്ഥാനം വരെ പറഞ്ഞുകൊണ്ടിരുന്ന ഘട്ടത്തിൽ നിന്നാണ് തുടർ ഭരണം വരികയും രമേശ് ചെന്നിത്തലയുടെ സ്വപ്നങ്ങളെല്ലാം ചിറകറ്റി വീഴുകയും ചെയ്തത്. അവിടെയാണ് VD സതീശൻ ഇറക്കി പ്രതിപക്ഷ നേതാവായി മാറുകയും ചെയ്തത്. അപ്പോൾ മുതൽ രമേശ് ചെന്നിത്തല പറയുന്ന ഒരു വാചകവും കൂടിയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ്. അങ്ങനെ പറയാനാണെങ്കിൽ 2021 കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അത്രയും സീനിയോറിറ്റി ഉള്ള നേതാവിന് കൃത്യമായ അവസരങ്ങൾ കിട്ടേണ്ടടുത്ത് കിട്ടാതെ പോയൊരു സാഹചര്യവും വിഷമവും രമേശ് ചെന്നിത്തലയ്ക്കും പറയാനുണ്ട്. അങ്ങനെ 3 പേരുടെ പെർസ്പെക്റ്റീവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് 3 പേരെയും സെപ്പറേറ്റ് ആയിട്ടും ഒരുമിച്ചിരുത്തി കേൾക്കാമെന്നുള്ള തീരുമാനവും എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും കേരളത്തിൽ നടക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. കേരളത്തിനെ ഇത്രയും 102 സീറ്റിലേക്ക് 41 നിന്ന് 102 കൊണ്ടെത്തിച്ച വ്യക്തി VD സതീശനാണെന്ന ഉത്തമ ബോധ്യം രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമുണ്ട്. 63 MLA-മാരിൽ ഭൂരിപക്ഷവും KC വേണുഗോപാൽ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു പെർസെൻറ്റേജ് കണക്കിൽ നോക്കിയാൽ 99% ഓഫ് ചാൻസസ് ഹൈക്കമാൻഡ് MLA-മാരെ കേൾക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി KC വേണുഗോപാലാകും. പക്ഷേ ജനങ്ങളുടെ വാക്ക്, ജനങ്ങളുടെ പൾസ്, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാനാണ് തീരുമാനമെങ്കിൽ അവിടെ VD സതീശനല്ലാതെ മറ്റൊരു പേരില്ല. എന്നാൽ സീനിയോറിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ, കുറേ അധികം അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന പേരിൽ നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല അല്ലാതെ മറ്റൊരു ഉത്തരമില്ല. ഈ സാഹചര്യത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം വളരെയധികം നിർണായകമാണ്. കാരണം ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കും കേരളം തന്നെ മാറാൻ പോകുന്നത്. ഇന്നലെ തന്നെ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ കേരളം ഒട്ടാകെയുള്ള ഓരോ ജില്ലകളിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇനി അഥവാ KCയെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ VD പക്ഷം വെറുതെ ഇരിക്കില്ല. സ്വാഭാവികമായിട്ടും അവർ തെരുവിലേക്ക് ഇറങ്ങും. പക്ഷേ കഴിഞ്ഞ ദിവസം എന്നെ അതിശയിപ്പിച്ച മറ്റൊരു കാര്യം, വേണമെങ്കിൽ KC പക്ഷത്തിനും തെരുവിലിറങ്ങാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും കൂട്ടായ MLA-മാർ KCക്കൊപ്പം നിൽക്കുമ്പോൾ ഈ MLA-മാർ വിചാരിച്ചാൽ ഈ അണികളൊന്നും പുറത്തേക്ക് ഇറങ്ങി തെരുവിലിറങ്ങില്ല എന്നുള്ളത്? പക്ഷെ അങ്ങനെ അല്ലല്ലോ, അതല്ലല്ലോ മര്യാദ. ഹൈക്കമാൻഡിന്റെ മുന്നിലിരിക്കുന്ന വിഷയമാണ്. AICCയുടെ 2ാം ഘട്ട ചർച്ചകളിലേക്ക് ഇന്ന് കാര്യങ്ങൾ നീങ്ങുമ്പോഴേക്കും അതല്ലല്ലോ രീതി. ആ രീതി ആ ഘട്ടത്തിൽ നിൽക്കുന്നതനുസരിച്ച് കൃത്യമായ നിലപാട് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഈ നേതാക്കൾ എടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ തെരുവിലേക്ക് ഇറങ്ങിയതിനു ശേഷം VD സതീശൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ തെരുവിലിറങ്ങി യുദ്ധം ചെയ്യരുത്. KPCC തന്നെ പറഞ്ഞ കാര്യമാണ് തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തരുതെന്ന്. അതിനും പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയത്. ഈ സാഹചര്യത്തിൽ ആകെ കൂടെ ഒരു അവിയൽ പരുവത്തിൽ നിൽക്കുകയാണ്. ഇതിപ്പോൾ എന്തായാലും ആര് മുഖ്യമന്ത്രിയായാലും പ്രതിഷേധം ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. VD മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ KC പക്ഷം ശക്തമായ രംഗത്തെത്തും. വേറൊരു കാര്യം കൂടെ പറയാം, ഇനി VD മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ഓർക്കുക, ഏകദേശം 90% MLA-മാരും എതിരായിട്ടും ജനങ്ങളുടെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ടായിരിക്കും VD സതീശൻ മുഖ്യമന്ത്രിയാവാൻ പോകുന്നത്. അത് കോൺഗ്രസിൽ തന്നെ ഒരു ചരിത്രമായി മാറിയിരിക്കും. MLA-മാരുടെ ഒരു കൂട്ടുമില്ലാതെ ജനങ്ങളുടെ ആവശ്യപ്രകാരം മുഖ്യമന്ത്രിയാവുന്ന ഒരു നേതാവ്, ഗ്രൂപ്പ് കളിക്കാതെയോ ഹൈക്കമാൻഡ് കെട്ടിറക്കാതെയോ മുഖ്യമന്ത്രിയാവുന്ന ആദ്യത്തെ കോൺഗ്രസ്സുകാരനും കൂടിയാകും VD സതീശൻ. ഗ്രൂപ്പ് കളിക്ക് VD സതീശൻ കൂടെ നിന്നിട്ടില്ല. അത് തന്നെയാണ് കോൺഗ്രസിനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. ഹൈക്കമാൻഡ് കെട്ടിയിറക്കുന്നതല്ല VD സതീശന്. ആ ഒരു മാറ്റവും ഉണ്ടാവും. അതെല്ലാം പ്രതിഫലിക്കും. അതുകൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ഇത് പ്രതിസന്ധികൾക്ക് മാറുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതിൽ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അതിനുള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാവും. KC മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ജനരോഷമുണ്ടാവും. RC മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ 2 പക്ഷത്തിനെയും സ്വാഭാവികമായ എതിർപ്പുകൾ ഉണ്ടാവും. അങ്ങനെ ആകെ കൂടെ നിൽക്കുകയാണ് ഹൈക്കമാൻഡ്. ഹൈക്കമാൻഡിൻ്റെ വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് നിൽക്കുന്നത്. ഹൈക്കമാൻഡ് എന്ത് തീരുമാനിച്ചാലും ആ തീരുമാനം വൈകരുത്. കാരണം തിങ്കളാഴ്ചയാണ് വോട്ട് എണ്ണിക്കഴിഞ്ഞത്. ഞായറാഴ്ചക്കുള്ളിൽ തീരുമാനമെടുത്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി ആരെന്നുള്ള തീരുമാനത്തിലേക്ക് എത്താം. നമുക്കറിയാം, ഇന്ന് വെസ്റ്റ് ബംഗാളിൽ സത്യപ്രതിജ്ഞ വരെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അവിടെ സത്യപ്രതിജ്ഞ നടന്നിരിക്കുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി ആരെന്ന് ഉണ്ട്, പക്ഷേ അധികാരത്തിലുള്ള സീറ്റില്ല. ഇവിടെ അധികാരത്തിലുള്ള സീറ്റുണ്ട്, പക്ഷെ മുഖ്യമന്ത്രി ആയിരുന്ന തീരുമാനമില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്ന ഓരോ സംസ്ഥാനങ്ങളിലും കഥകൾ വ്യത്യസ്തമാണ്. ആ കഥകൾ വ്യത്യസ്തമാകുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്റി ക്ലൈമാക്സ് ഇന്ത്യ ഉറ്റുനോക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. ഒരു തർക്കമില്ല. അതുകൊണ്ട് വളരെ നിർണായകമായ ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമ്പോൾ ആരെ പിണക്കും, ആരെ വിയർക്കും, ആരാഘോഷിക്കും, കാത്തിരുന്ന് കാണാം കേരളമേ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.